ഇക്കുറിയും തലസ്ഥാനത്തേക്കുള്ള പ്രധാന പൂവിപണി തമിഴ്നാട്ടിലെ തോവാള തന്നെയാണ്. തോവാളയിൽ നിന്ന് എത്തുന്ന വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളാണ് തലസ്ഥാനത്തടക്കമുള്ള വീടുകളിലെയും ഓഫീസുകളിലെയും അത്തപ്പൂക്കളിലെ താരം. അതേസമയം ലക്ഷങ്ങൾ മുടക്കി കച്ചവടം പ്രതീക്ഷിച്ചവർ പലരും ഈ ഓണക്കാലത്ത് സങ്കടത്തിലുമാണ്. ഇത് തോവാളയിലെ പൂപ്പാടങ്ങളാണ്. ജമന്തിയും വാടാമുല്ലയും വിവിധ നിറത്തിലുള്ള റോസാപ്പൂവുമെല്ലാം കേരളത്തിലെ ഓണം വിപണി ലക്ഷ്യം വെച്ച് കേരള മക്കൾക്കായി വിരിഞ്ഞതാണ്. ഇപ്രാവശ്യത്തെ ഓണ വിപണിയിലെ കച്ചവടം എന്ന് പറയുന്നത് വളരെ ദയനീയകരമായി പോയി. കഴിഞ്ഞ പ്രാവശ്യത്തിന് അത്രയും ഒരു ഓണം ഒരു ഫാസ്റ്റ് വന്നിട്ടില്ല. ഇതുവരെയായിട്ടും അങ്ങനെയുള്ളൊരു മൂവിങ് വന്നിട്ടില്ലായിരുന്നു. ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന പൂപ്പാടങ്ങൾ കേരളത്തിന്റെ ഓണം കലണ്ടർ ലക്ഷ്യം വെച്ച് മുൻകൂട്ടി നിശ്ചയിച്ചവയാണ്. എനിക്കിപ്പം ബാംഗ്ലൂർ, സേലം അങ്ങനെയുള്ള ഭാഗത്തു നിന്നെല്ലാം പൂ വരുന്നുണ്ട്. സത്യമംഗലം, കൊടൈ റോഡ്, തോവാള ഇങ്ങനെയുള്ള എല്ലാ സ്ഥലത്തുനിന്നും പൂ വരാറുണ്ട്. വരുന്നതെങ്കിലും ഇന്നിപ്പം വരുന്നതിൽ ഒട്ടുമിക്ക കളർ ഐറ്റംസും വരുന്നത് ഒസൂർ, ബാംഗ്ലൂർ മേഖലയിൽ നിന്നാണ്. അവർ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓണം അവരാണ് കാൽക്കുലേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അവർ ഏറ്റവും കൂടുതൽ നമ്മുടെ ഓണത്തിനെ പ്രതീക്ഷിച്ചാണ് അവരിരിക്കുന്നത്. കാരണം ആ സമയമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നത്. തമിഴ്നാട്ടിലെ തോവാളയിൽ നിന്ന് അതിർത്തി കടന്ന് ഈ പൂക്കൾ കേരളത്തിലെ വിവിധ മാർക്കറ്റുകളിൽ എത്തും. എന്നാൽ ഇക്കുറി എത്തിയ പൂക്കളുടെ നിറങ്ങൾ കേരളത്തിലെ കച്ചവടക്കാരുടെ മനസ്സിനും മുഖത്തുമില്ല. കാരണം അവർ തന്നെ പറയും, വളരെ കുറവായിരുന്നു. നമ്മൾ മുൻവർഷം വരുമ്പോൾ കുറേ ആളുകൾ വരും, കോളേജ്, സ്കൂള് കുട്ടികളൊക്കെ വന്ന് വാങ്ങാറുണ്ട്. ഇത്തവണ അങ്ങനെ ഇല്ല. കാഭാഗമേ ഉള്ളൂ. എന്ത് പറ്റിയതായി? എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ നേരത്തെ കോളേജെല്ലാം ഒന്നാതെ പൈസയുടെ ബുദ്ധിമുട്ട് അതെല്ലാം ചേർന്നു. നമുക്ക് ഭയങ്കര നഷ്ടമാണോ ഇത്തവണ? ഈ ഓണത്തിനാണ് വല്ലതും നടക്കാനുള്ളത്. അപ്പം അതുമില്ല. നമ്മളെവിടുന്നാ കൂടുതലും പൂളൊക്കെ തോളയിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ വന്നു. കൊണ്ടുവന്നിട്ടും കച്ചവടം പോകണില്ല. സ്റ്റാഫുകളുണ്ട്, എല്ലാവരും ഉണ്ട്. കച്ചവടം കുറവ്. ഇനിയിപ്പോൾ പ്രതീക്ഷയുണ്ടോ? ഇനി 2 ദിവസമേ ഉള്ളൂ കച്ചവടം. അത് പ്രതീക്ഷ ഇരുന്നോണ്ടിരിക്കുകയാണ്. പൂവിപണി വ്യാപിച്ചതും പഞ്ചായത്തുകൾ തോറും പൂവ് കൃഷി ആരംഭിച്ചതുമെല്ലാം വിപണിയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. കൂടാതെ പൂവിന്റെ വിലവർദ്ധനവും കച്ചവടക്കാർക്ക് തിരിച്ചടിയായി. സാധാരണഗതിയിൽ ഓണത്തിനകത്ത് പൂ വാങ്ങാൻ 1000-ഓ 2000-ഓ രൂപയ്ക്ക് പൂ വാങ്ങുന്നത് ഇപ്രാവശ്യം അത്രയും പൂ എടുക്കണമെങ്കിൽ ഒരു 10,000 രൂപയെങ്കിലും നമുക്ക് കൈവശം കരുതേണ്ട ഒരു സാഹചര്യം നിലകൊണ്ടിരിക്കുകയാണ്. അത് കാരണം പൂവിപണി വളരെ നല്ല രീതിയിലാണ് പോകുന്നതെന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എന്നാലും മുല്ലപ്പൂവിന് ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. തലയിൽ ചൂടാൻ മുല്ലയും പിച്ചിയും ഇല്ലാതെ എന്താഘോഷമല്ലേ? മുല്ലപ്പൂവിൻ്റെ വിപണി മാത്രമാണ് ആകെ മൊത്തം ഉള്ളത്. ഈ മുല്ലപ്പൂ എന്ന് പറയുമ്പോഴത്തേക്ക് അത്തം ഇടുമ്പോഴത്തേക്ക് വാങ്ങുന്ന കോസ്റ്റ് ഒരിക്കലും മുല്ലപ്പൂ വാങ്ങുന്നതിലുണ്ടാവില്ല. അപ്പം മുല്ലയ്ക്ക് തന്നെ സാധാരണ ഓണത്തിനൊക്കെ സാധാരണഗതിയിൽ 2000-ഓ 3000-ഓ ഒക്കെ വില പോവേണ്ടതാണ്. ഈ പ്രാവശ്യം അത്രയും വില പോയിട്ടില്ല ഇതുവരെയായിട്ടും. ഇനിയിപ്പോൾ പോകുന്നുണ്ടെങ്കിൽ നാളെ മറ്റന്നാളോ ഒക്കെ പോകാനുള്ള ചാൻസേ ഉള്ളൂ. അപ്പം അത്രത്തോളം ഈ മുല്ലപ്പൂവിനും പിച്ചിപ്പൂവിനും വില കൂടിയിട്ടുമില്ല. ഉത്രാടം, തിരുവോണം വിപണിയിലാണ് ഇനി ഇവരുടെ എല്ലാം പ്രതീക്ഷ. ഒപ്പം തോവാളയിൽ നിന്നുള്ള പുതിയ ലോഡുകളുടെ വരവ് കാത്തിരിക്കുകയാണ് മലയാളക്കരയും. ജനം, തിരുവനന്തപുരം.